നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ കോഡുകളുടെ പെരുമഴ, അതായത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കോഡ് രൂപത്തിൽ പഠിക്കുകയാണ്. എക്സാമിന് അത് ഓർത്തെടുക്കാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഈ റോം ട്രിപ്പ് കേട്ടോ, മൈ റോം ട്രിപ്പ് ആണ് ലൈവ് അറ്റിറ്റ്യൂഡ് വാക്സിൻസിന്റെ. വെൽക്കം ടു എജൂസ് അക്കാഡമി. അപ്പൊ നമ്മുടെ എജൂസ് അക്കാഡമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പുതിയ ആശയമാണ്. അതായത് നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ കോഡുകളുടെ പെരുമഴ, അതായത് നമ്മൾ ഇന്ന് ഒരു പുതിയ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാംസിന് ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ടാവും. ആ ഏരിയാസിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കോഡ് രൂപത്തിൽ പഠിക്കുകയാണ് കേട്ടോ. അതായത് ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് സാധാരണ പറയുന്ന അല്ലെങ്കിൽ സാധാരണ കംപ്ലൈന്റ് പറയുന്ന ഒരു കാര്യമാണ്, പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകുന്നു, അല്ലെങ്കിൽ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പം അവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലാണ് നമ്മൾ ആക്ച്വലി ഈ കോഡ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് നമുക്ക് എക്സാമിന് അത് ഓർത്തെടുക്കാൻ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഓർത്തെടുക്കാനായിട്ട് കഴിയും. അപ്പൊ നമ്മൾ ഇന്ന് ഇത് ഒറ്റ എപ്പിസോഡല്ല, ഇതിനെ തുടർന്ന് അല്ലെങ്കിൽ പിന്തുടർന്ന് ഇനി വേറെ എപ്പിസോഡ്സും, അതായത് ഈ കോഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വേറെ എപ്പിസോഡ്സ് ഉണ്ടാകും. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക. അപ്പൊ നമ്മുടെ ഇനിയുള്ള എപ്പിസോഡ്സ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷനിലേക്ക് നമുക്ക് പോകാം. സോ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡിസീസസ് കോസ്ഡ് ബൈ ഈഡിസ് ഈജിപ്തി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ നിന്ന് മസ്കിറ്റോ ബോൺ ഡിസീസിൽ നിന്ന് സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. സോ ഡിസീസസ് കോസ്ഡ് ബൈ ഈഡിസ് ഈജിപ്തി, അതിന്റെ ന്യൂമോണിക് അല്ലെങ്കിൽ കോഡ് എന്ന് പറയുന്നത് ഡെങ്കു ക്രൈ ആണ് കേട്ടോ. അപ്പം ഈഡിസ് ഈജിപ്തി ഡെങ്കു ക്രൈ എന്ന് ഓർക്കുക. സോ ഡെങ്കു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെങ്കു ഫീവർ, അല്ലെങ്കിൽ ഡെങ്കിപ്പനി നമ്മൾ പറയുമല്ലോ, ഡെങ്കു ഫീവർ അല്ലെങ്കിൽ ഡെങ്കു ഹെമറാജിക് ഫീവർ ഒക്കെ ഇതിൽ വരുന്നതാണ്. ദെൻ C ഫോർ ചിക്കൻ ഗുനിയ. ചിക്കൻ ഗുനിയ എല്ലാവർക്കും അറിയാല്ലേ, ചിക്കൻ ഗുനിയ. C ഫോർ ചിക്കൻ ഗുനിയ. ദെൻ R ഫോർ റിഫ്റ്റ് വാലി ഫീവർ ആൻഡ് Y ഫോർ യെല്ലോ ഫീവർ. സോ ഇതാണ് ഈഡിസ് ഈജിപ്തി കോസ് ചെയ്യുന്ന ഡിസീസസ്. അപ്പം D ഫോർ ഡെങ്കു ഫീവർ അല്ലെങ്കിൽ ഡെങ്കു ഹെമറാജിക് ഫീവർ, C ഫോർ ചിക്കൻ ഗുനിയ, then R for Rift Valley fever and Y for yellow fever. So ഈഡിസ് ഈജിപ്തി ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ നിന്ന് 1-2 പോയിന്റ്സ് കൂടെ ഞാൻ പറയാം. അതായത് ഇത് ഒരു ഡാർക്ക് കളേർഡ്, D ഫോർ ഒരു ഡാർക്ക് കളറിലിരിക്കുന്ന, ഡാർക്ക് വിത്ത് ഒരു യെല്ലോ സ്ട്രൈപ്സ് ഉള്ള ഒരു കൊതുകാണ് ഈ ഈഡിസ് ഈജിപ്തി എന്ന് പറയുന്നത്. കൂടാതെ ഇത് ഡേ ടൈമിലാണ്, D ഫോർ ഡേ ടൈം കേട്ടോ, ഡേ ടൈമിലാണ്. ഇത് എപ്പോഴാ ബൈറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഡേ ടൈമിലാണ് ബൈറ്റ് ചെയ്യുക. കൂടാതെ D ഫോർ ഡേ ടൈം ആണ് ഇത് ബൈറ്റ് ചെയ്യുക. ദെൻ S ഫോർ ഇത് സാധാരണ സ്റ്റാഗ്നന്റ് വാട്ടർ കേട്ടോ, സ്റ്റാഗ്നന്റ് വാട്ടർ. ഇത് സ്റ്റാഗ്നന്റ് വാട്ടറിലാണ് ബ്രീഡ് ചെയ്യുക. അപ്പം നമുക്ക് 3 പോയിന്റ് കിട്ടി. ഒന്ന്, ഈഡിസ് ഈജിപ്തി കോസ് ചെയ്യുന്ന ഡിസീസസ് നമ്മൾ പഠിച്ചു, ഡെങ്കു ക്രൈ. കൂടാതെ ഇത് ഡേ ടൈമിലാണ് ബൈറ്റ് ചെയ്യുക. ദെൻ ഇത് സ്റ്റാഗ്നന്റ് വാട്ടറിലാണ് ഇത് ബ്രീഡ് ചെയ്യുക. സോ ഇത് രണ്ടും നമ്മൾ ഇതിന്റെ കോഡിൽ നിന്നാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് അല്ലേ. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ലൈവ് അറ്റന്യൂറ്റഡ് വാക്സിൻസ്, അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് ലൈവ് അറ്റന്യൂറ്റഡ് വാക്സിൻസ്. അപ്പോ ജീവനുള്ളവരൊക്കെ എപ്പോഴും എന്താണ്, ട്രിപ്പ് ആഗ്രഹിക്കുന്നത് അല്ലെ. ജീവനുള്ള ആൾക്കാർക്ക് എപ്പോഴും ട്രിപ്പ് പോകാൻ വളരെ ഇഷ്ടമായിരിക്കും. സോ ഇതിന്റെ ന്യൂമോണിക്കും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് വരിക ലൈവ് അറ്റന്യൂറ്റഡ് വാക്സിൻസ്. അതായത് ജീവൻ ഉള്ളവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ട്രിപ്പ്, അതായത് മൈ റോം ട്രിപ്പ് കേട്ടോ, മൈ റോം ട്രിപ്പ് ആണ് ലൈവ് അറ്റന്യൂറ്റഡ് വാക്സിൻസിന്റെ ന്യൂമോണിക് അല്ലെങ്കിൽ കോഡായിട്ട് നമ്മൾ പഠിക്കുന്നത്. സോ M ഫോർ മംസ് കേട്ടോ, M ഫോർ മംസ്, Y ഫോർ യെല്ലോ ഫീവർ, then R ഫോർ റുബല്ല, then O ഫോർ ഓറൽ പോളിയോ വാക്സിൻ. ഓറൽ പോളിയോ വാക്സിന് വേറൊരു പേരുണ്ട്, എന്താണ്, സാബിൻ വാക്സിൻ അല്ലെ, സാബിൻ വാക്സിൻ. ഇമ്പോർട്ടന്റ് ആണ്, സാബിൻ വാക്സിൻ, ഓറൽ പോളിയോ വാക്സിൻ സാബിൻ വാക്സിൻ ആണ്. then M ഫോർ മീസിൽസ്, then E ഫോർ എപ്പിഡമിക് ടൈഫസ്, then T ഫോർ ടൈഫോയിഡ് ഓറൽ വാക്സിൻ അല്ലെങ്കിൽ ഓറൽ ടൈഫോയിഡ് വാക്സിൻ. കൂടാതെ TB വാക്സിൻ നമുക്കറിയാം അല്ലെ, BCG വാക്സിൻ TB വാക്സിൻ ആണ്. then R ഫോർ റുബല്ല, then I ഫോർ ഇൻഫ്ലുവൻസ ആൻഡ് P ഫോർ പ്ലേഗ്. സോ ഇതാണ് നമ്മുടെ ലിസ്റ്റ് ഓഫ് ലൈവ് അറ്റന്യൂറ്റഡ് വാക്സിൻസ്. എന്താണ്, മൈ റോം ട്രിപ്പ് ആണ് ഈ ലൈവ് അറ്റന്യൂറ്റഡ് വാക്സിൻസിന്റെ കോഡായിട്ട് നമുക്ക് പറയാൻ കഴിയുക. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കിൽഡ് ഇനാക്ടിവേറ്റഡ് വാക്സിൻസ് ആണ് കേട്ടോ. കിൽഡ് ഇനാക്ടിവേറ്റഡ് വാക്സിൻസ്, അതായത് എന്താണ്, മരിച്ചുപോയ
വൈറസിൽ നിന്നുണ്ടാക്കുന്ന വാക്സിൻസ് അല്ലേ. അപ്പം കിൽഡ് ഇനാക്ടിവേറ്റഡ് വാക്സിൻസ്. അപ്പം മരിച്ചു പോകുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലേ, എന്താണ് RIP, റെസ്റ്റ് ഇൻ പീസ് എന്ന് പറയാറുണ്ടല്ലേ. സോ അത് തന്നെയാണ് ഇവിടുത്തെ ന്യൂമോണിക്കും വരിക, കിൽഡ് ഇനാക്ടിവേറ്റഡ് വാക്സിൻസിൽ വരിക RIP, ഓൾവേസ്, ഓൾവേസ് RIP, ഓൾവേസ് റെസ്റ്റ് ഇൻ പീസ്. അപ്പം R4 എന്താണ്? R4 റാബീസ് കേട്ടോ. R4 റാബീസ്. റാബീസ് ഇമ്പോർട്ടന്റ് ആണ്. റാബീസ് വൈറസ് എന്ന് പറയുന്നത് ലിസ വൈറസ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ലിസ വൈറസ് ആണ് റാബീസ് വൈറസ്. കൂടാതെ ഇതിന്റെ ഷേപ്പ് എന്താണ്? ലിസ വൈറസ് അല്ലെങ്കിൽ റാബീസ് വൈറസിന്റെ ഷേപ്പ് എന്താണ്? ബുള്ളറ്റ് ഷേപ്ഡ് വൈറസ് ആണ് കേട്ടോ. ബുള്ളറ്റ് ഷേപ്ഡ് ഇമ്പോർട്ടന്റ് ആണ്. ബുള്ളറ്റ് ഷേപ്ഡ് വൈറസ് ആണ് കേട്ടോ. ബുള്ളറ്റ് ഷേപ്ഡ് വൈറസ് ആണ്. സോ നമ്മൾ പഠിക്കുന്നത് കിൽഡ് ഇനാക്ടിവേറ്റഡ് വാക്സിൻസ് ആണ്. RIP, ഓൾവേസ്. അതിൽ ഒന്നാമത് പഠിച്ചത് റാബീസ് വാക്സിൻ, രണ്ടാമത് I4 ഇൻഫ്ലുവൻസ വാക്സിൻ, ദെൻ P4 പോളിയോ വാക്സിൻ. ഏതാണ് പോളിയോ വാക്സിൻ? IPV, അതായത് ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ ആണ്. ഇത് ഓറൽ പോളിയോ വാക്സിൻ അല്ല, ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ ആണ്. ഇത് കിൽഡ് വാക്സിൻ ആണ്. ഇതിന് വേറൊരു പേരുണ്ട്, എന്താണ്? സാക് വാക്സിൻ അല്ലെ. സാക് വാക്സിൻ. IPV, അതായത് ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിന്റെ വേറൊരു പേര് എന്താണ്? സാക് വാക്സിൻ. ദെൻ A for ഓൾവേസ് എന്ന് വെച്ചാൽ എന്താണ്? ഹെപ്പറ്റൈറ്റിസ് A ആണ് കേട്ടോ. ഹെപ്പറ്റൈറ്റിസ് A ആണ് ഇവിടെ ഓൾവേസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ കിൽഡ് ഇനാക്ടിവേറ്റഡ് വാക്സിന്റെ ന്യൂമോണിക് എന്താണ്, അല്ലെങ്കിൽ കോഡ് എന്താണ്? RIP, ഓൾവേസ് കേട്ടോ. RIP, ഓൾവേസ്. നെക്സ്റ്റ് എല്ലാവർക്കും ഡൗട്ട് ഉള്ള ഒരു ഏരിയ ആണ്, എന്താണ്? നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളില് പ്രത്യേകിച്ച് ഇൻഫന്റ്സിനും ചിൽഡ്രനും വരുന്ന വാക്സിൻസ് ആണ് കേട്ടോ. നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളില് ചിൽഡ്രൻസിനും ഇൻഫന്റ്സിനും വരുന്ന വാക്സിൻ ആണ്. നമ്മൾ ആക്ച്വലി അത് പറയുന്നത് ഒരു ഓർഡറിലാണ് പറയുന്നത്. അതായത് അറ്റ് ബർത്ത്, കൂടാതെ 6 ആഴ്ച, 10 ആഴ്ച, 14 ആഴ്ച, പിന്നെ 9 മാസം, 2 വയസ്സ്, ആ രീതിയിൽ അല്ലെങ്കിൽ ആ ഓർഡറിലാണ് നമ്മൾ പറയുക. അപ്പം അറ്റ് ബർത്ത് എന്താണ്? ഹോബ് കേട്ടോ. ഹോബ്. അറ്റ് ബർത്ത് എന്താണ്? ഹോബ്. അറ്റ് ബർത്ത് ഹോബ് ആണ് കേട്ടോ. ഏതൊക്കെയാണ് ഹോബിൽ വരിക? ഏതൊക്കെയാണ്? O for ഓറൽ പോളിയോ വാക്സിൻ അല്ലെ. O for ഓറൽ പോളിയോ വാക്സിൻ. Then H for ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ. Then B for BCG വാക്സിൻ കേട്ടോ. BCG വാക്സിൻ. അങ്ങനെയാണ് 3 വാക്സിൻസ് അറ്റ് ബർത്ത് വരിക. ഏതൊക്കെയാണ്? ഹോബ്, H for ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ, O for ഓറൽ പോളിയോ വാക്സിൻ, then B for BCG വാക്സിൻ. അറ്റ് 6 വീക്സ്, 6 ആഴ്ച കഴിയുമ്പോൾ എന്താണ്? പിറോപ്പ് 5 കേട്ടോ. പിറോപ്പ് 5. 6 വീക്സിൽ എന്താണ്? പിറോപ്പ് 5. അപ്പോ P എന്താണ്? ന്യൂമോകോക്കൽ കോൺജുഗേറ്റഡ് വാക്സിൻ കേട്ടോ. PCV അല്ലെങ്കിൽ ന്യൂമോകോക്കൽ കോൺജുഗേറ്റഡ് വാക്സിൻ നമ്മൾ സാധാരണ ന്യൂമോണിയയ്ക്ക് എതിരെ കൊടുക്കുന്ന വാക്സിൻ ആണ് PCV. ദെൻ കൂടാതെ I for ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ, IPV കേട്ടോ. IPV ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ. ദെൻ R for റോട്ടാ വൈറസ് വാക്സിൻ കേട്ടോ. റോട്ടാ വൈറസ് വാക്സിൻ നമ്മൾ ഓറലിയാ കൊടുക്കുന്നത്. ദെൻ റോട്ടാ വൈറസ് വാക്സിൻ. Then O for again oral polio vaccine, O for oral polio vaccine. And P5 എന്താണ്? പെൻഡാ വാക്സിൻ കേട്ടോ. പെൻഡാ വാക്സിൻ. അപ്പോ എന്താണ് പെൻഡാ വാക്സിൻ? ഏതൊക്കെ വാക്സിൻ ആണ് പെൻഡാ വാക്സിനിൽ വരിക? പെൻഡാ വാക്സിനിൽ ഒന്ന് DPT, അതായത് ഡിഫ്തീരിയ, പെർട്ടൂസസ്, ടെറ്റനസ് അല്ലെ. 3 എണ്ണം വന്നു. DPT. Then ഹീമോഫിലസ് ഇൻഫ്ലുവൻസ B, ഹിബ് വാക്സിൻ. കൂടാതെ ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ. ഈ 5 വാക്സിൻസ് ചേർന്ന് വരുന്നതാണ് ഈ പെൻഡാ വാക്സിൻ വരിക കേട്ടോ. അപ്പം 6 വീക്സിൽ നമ്മൾ പിറോപ്പ് 5 ആണ്. ദെൻ 10 ആഴ്ച ആകുമ്പോൾ എന്താണ്? ആ PA അങ്ങ് മാറി, എന്നിട്ട് ROP 5 കേട്ടോ. റോപ്പ് 5. അപ്പം R എന്താണ്? R for റോട്ടാ വൈറസ് വാക്സിൻ. ദെൻ O for ഓറൽ പോളിയോ വാക്സിൻ. ദെൻ P5 for പെൻഡാ വാക്സിൻ കേട്ടോ. P5 for പെൻഡാ വാക്സിൻ. നെക്സ്റ്റ് 14 ആഴ്ച വരുമ്പോൾ നമ്മൾ സെയിം ഈ 6 ആഴ്ചയിൽ കൊടുത്ത സെയിം വാക്സിൻസ് തന്നെയാണ് നമ്മൾ 16ാമത്തെ ആഴ്ചയിലും കൊടുക്കുക. 14ാമത്തെ ആഴ്ചയിലും കൊടുക്കുക. അതായത് പിറോപ്പ് 5 കേട്ടോ. പിറോപ്പ് 5. Then 9 to 12 months കേട്ടോ. 9 to 12 months എന്താണ്? മിസ്റ്റർ പാജി കേട്ടോ. 9 to 12 months എന്താണ്? മിസ്റ്റർ പാജി. മിസ്റ്റർ എന്താണ്? മീസിൽസ് റുബല്ല കേട്ടോ. മീസിൽസ് റുബല്ല കേട്ടോ. MR എന്താണ്? മിസ്റ്റർ പാജിയിലെ MR മീസിൽസ് റുബല്ല. പലരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. നേരത്തെ അത് MMR വാക്സിൻ ആയിരുന്നു കേട്ടോ. അതായത് മംസ് മീസിൽസ് റുബല്ല വാക്സിൻ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ മംസ് വാക്സിൻ നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിന്റെ പാർട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നില്ല. പകരം മീസിൽസ് റുബല്ല വാക്സിൻ ആണ് നമ്മൾ കൊടുക്കുക കേട്ടോ. അപ്പോൾ മിസ്റ്റർ പാജിയിലെ MR മീസിൽസ് റുബല്ല. ദെൻ പാജി PAJI അല്ലെ. PAJI അതിൽ എന്തൊക്കെയാ വരിക? അതിൽ PCVയുടെ ബൂസ്റ്റർ ഡോസ് വരുന്നു. P for PCV
PCV അതായത് ന്യൂമോകോക്കൽ കോൺജുഗേറ്റഡ് വാക്സിന്റെ ബൂസ്റ്റർ ഡോസ് വരുന്നു. Then J for Japanese encephalitis vaccine. J for Japanese encephalitis vaccine. Then A for vitamin A vaccine. A for vitamin A vaccine and I for IPV vaccine. I for IPV vaccine. So ഇത്രയാണ് ഏതാണ് ഈ 9 to 12 months വരിക. മിസ്റ്റർ പാജി, MR for measles rubella, then P for pneumococcal conjugated vaccine, A for vitamin A vaccine, then J for Japanese encephalitis vaccine and I for IPV vaccine കേട്ടോ, അതായത് ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ. സോ ഇത്രയാണ് നമ്മുടെ എന്താണ് നയൻത്ത് മന്തിൽ വരിക. ഇതിൽ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. എന്താണ് ഈ വൈറ്റമിൻ എയുടെ ഡോസ് എത്രയാണ്? 1 lakh ആണ് കേട്ടോ. 1 lakh IU ആണ് വൈറ്റമിൻ എയുടെ ഡോസ് വരിക എപ്പോ 9 months. അത് കഴിഞ്ഞിട്ട് ഓരോ 6 മാസം കൂടുമ്പോഴും നമ്മൾ വൈറ്റമിനെ കൊടുക്കണം, ഓർലിയ കൊടുക്കുക. 1 വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള എല്ലാ ഡോസും 2 lakhs ഇന്റർനാഷണൽ യൂണിറ്റ്സ് ആണ് കൊടുക്കുക കേട്ടോ. സോ നെക്സ്റ്റ് എന്താണ് 16 to 24 months. 16 to 24 months എന്താണ്? മിസ്റ്റർ ഡോജ്. 9 to 12 months മിസ്റ്റർ പാജി ആയിരുന്നു. Then 16 to 24 months എന്താണ്? മിസ്റ്റർ ഡോജ്, അതായത് MR for measles rubella vaccine, then D for DPT vaccine കേട്ടോ. D for DPT vaccine, then O for oral polio vaccine, then J എന്താണ്? J for Japanese encephalitis vaccine കേട്ടോ. Japanese encephalitis vaccine. ആക്ച്വലി ഈ JE വാക്സിൻസ് നമ്മൾ എൻഡമിക് ഏരിയാസിൽ മാത്രമാണ് കൊടുക്കുക. അത് ആസ് പാർട്ട് ഓഫ് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ തന്നെയാണ് ഈ JE കൊടുക്കുക. പക്ഷെ എൻഡമിക് ആയിട്ടുള്ള ഏരിയാസിൽ മാത്രമാണ് കൊടുക്കുക കേട്ടോ. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 9 months നമ്മൾ വൈറ്റമിൻ A 1 lakh ഇന്റർനാഷണൽ യൂണിറ്റ്സ് കൊടുക്കും. ദെൻ ഓരോ 6 മാസം കൂടുമ്പോഴും നമ്മൾ വൈറ്റമിൻ A കൊടുക്കുന്നു, അതായത് 2 lakhs വെച്ചിട്ട് കൊടുക്കുന്നു. കുഞ്ഞിന് 5 വയസ്സാകുന്നവരെ അത് കൊടുക്കുന്നു. നെക്സ്റ്റ് 5 to 6 years DPT, അതായത് ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. ദെൻ 10 years and 16 years TD വാക്സിൻ, അതായത് ടെറ്റനസ് ആൻഡ് ഡിഫ്തീരിയ വാക്സിൻസ് ആണ് നമ്മൾ കൊടുക്കുക. സോ ഇതാണ് വാക്സിൻസ് നമ്മൾ ആസ് പാർട്ട് ഓഫ് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ നമ്മൾ കൊടുക്കുന്ന വാക്സിൻസ് കേട്ടോ. അപ്പം ഇത് ക്ലിയർ ആയല്ലോ? ഞാൻ ഒന്നുകൂടെ പറയണോ? അതായത് അറ്റ് ബർത്ത് ഹോബ് ആണ്, ദെൻ 6 weeks 14 weeks പിറോപ്പ് 5 ആണ്, ദെൻ 10 weeks റോപ്പ് 5 ആണ്, 9 to 12 months മിസ്റ്റർ പാജ് ആണ്, ദെൻ 16 to 24 months മിസ്റ്റർ ഡോജ് ആണ്, ദെൻ 5 to 6 years DPT ആണ്, ദെൻ 10 years 16 years TD ആണ് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. സാധാരണ സ്റ്റുഡൻസിന് മിസ്റ്റേക്ക് വരുന്ന, കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ. നമ്മൾ ഒരിക്കൽ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണല്ലേ. അതായത് ടൈപ്പ് എന്നുള്ളതാണ് ഇതിന്റെ കോഡ് വരിക. അതായത് T for appropriate technology, then I for intersectoral coordination കേട്ടോ. I for intersectoral coordination, then again P for public participation അല്ലെങ്കിൽ community participation, then E for equitable distribution കേട്ടോ. അപ്പം ടൈപ്പിൽ വരുന്ന എന്തൊക്കെയാണ്? appropriate technology, then intersectoral coordination, then P for public അല്ലെങ്കിൽ community participation, then E for equitable distribution. So ഇതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയറിൽ വരിക. ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എലമെന്റ്സ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ ആണ്. സോ ഇതിന്റെ എലമെന്റ്സ് എന്താണ്? എലമെന്റ്സ് എല്ലാ കമ്പോണന്റും ഈ എലമെന്റ്സിൽ തന്നെയുണ്ട്. അതായത് ELE, MEN, TS ഇത് തന്നെയാണ് ഇതിന്റെ കോഡ് വരിക. E for education, അതായത് ഹെൽത്ത് എഡ്യൂക്കേഷൻ, then L for locally endemic disease prevention and control, E for essential drugs arrangements, then M for maternal child health and family planning, then E for expanded immunization program, അതായത് immunization against major infectious diseases കേട്ടോ. expanded immunization program, then N for nutrition supply, then T for treatment of communicable diseases and NCDs, non communicable diseases, then safe water and sanitation. So ഇതാണ് elements of primary health care പറയുക കേട്ടോ. അതായത് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, EPI കേട്ടോ. EPI അതായത് expanded program of immunization. ഇതിന്റെ ഇയറിലെ പലർക്കും ഡൗട്ട് വരുന്നതാണ്. അതായത് WHO കേട്ടോ. WHO പുട്ട് ഫോർവേഡ് ചെയ്തത് 1974 1974 WHO എക്സ്പാൻഡഡ് പ്രോഗ്രാം ഓൺ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്ത വർഷം 1978 ആണ് കേട്ടോ. ഇന്ത്യയിലെ EPI എക്സ്പാൻഡഡ് പ്രോഗ്രാം ഓഫ് ഓൺ ഇമ്മ്യൂണൈസേഷൻ ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തത് 1978 സോ ഇതായിരുന്നു എലമെന്റ്സ് ഓഫ് primary health care. Next 5 C's in intranatal care കേട്ടോ. intranatal careല 5 C's ആണ്. clean surface, then clean hands, clean cord cut അതായത് clean ബ്ലേഡ് ആയിരിക്കണം, then clean
കോട്ട് ടൈ ആൻഡ് ക്ലീൻ കോട്ട് സ്റ്റംപ്. ഇതാണ് 5 C's ഇൻ ഇൻട്രാ നേറ്റൽ കെയർ. നെക്സ്റ്റ് യുണിസെഫ് പ്രോഗ്രാംസിൽ അല്ലെങ്കിൽ യുണിസെഫിന്റെ ഫംഗ്ഷൻസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗോബി ട്രിപ്പിൾ എഫ് കേട്ടോ, ഗോബി ട്രിപ്പിൾ എഫ് ആണ് യുണിസെഫിന്റെ ഫംഗ്ഷൻസ് ആയിട്ട് വരിക. എന്തൊക്കെയാണ്? ഒന്ന് G ഫോർ ഗ്രോത്ത് മോണിറ്ററിംഗ്, then O ഫോർ ഓറൽ റീഹൈഡ്രേഷൻ, then B ഫോർ ബ്രസ്റ്റ് ഫീഡിംഗ്, I ഫോർ ഇമ്മ്യൂണൈസേഷൻ, F ഫോർ ഫാമിലി പ്ലാനിംഗ്, then F ഫോർ ഫീമെയിൽ എഡ്യൂക്കേഷൻ ആൻഡ് അഗൈൻ F ഫോർ ഫുഡ് സപ്ലിമെന്റ്സ്. ഇതാണ് യുണിസെഫിന്റെ പ്രോഗ്രാംസ് അല്ലെങ്കിൽ യുണിസെഫിന്റെ ഫംഗ്ഷൻസ്. ഗോബി ട്രിപ്പിൾ എഫ്, G ഫോർ ഗ്രോത്ത് മോണിറ്ററിംഗ്, O ഫോർ ഓറൽ റീഹൈഡ്രേഷൻ, B ഫോർ ബ്രസ്റ്റ് ഫീഡിംഗ്, I ഫോർ ഇമ്മ്യൂണൈസേഷൻ, F ഫോർ ഫാമിലി പ്ലാനിംഗ്, അഗൈൻ F ഫോർ ഫീമെയിൽ എഡ്യൂക്കേഷൻ ആൻഡ് F ഫോർ ഫുഡ് സപ്ലിമെന്റ്സ്. ഇതാണ് യുണിസെഫിന്റെ ഫംഗ്ഷൻസ് ആയിട്ട് വരിക. നെക്സ്റ്റ് ന്യൂട്രീഷണൽ അസസ്മെന്റ് ആണ്. ന്യൂട്രീഷണൽ അസസ്മെന്റിൽ മെയിൻ ആയിട്ട് ABCDE ഇങ്ങനെയാണ് നമ്മൾ ന്യൂട്രീഷണൽ അസസ്മെന്റിന്റെ ടൈപ്സ് പറയുക കേട്ടോ, അല്ലെങ്കിൽ മെത്തേഡ്സ് പറയുക. അതായത് A ഫോർ ആന്ത്രോപോമെട്രിക് മെഷർമെന്റ് അല്ലെങ്കിൽ ആന്ത്രോപോമെട്രിക് അസസ്മെന്റ്, then B ഫോർ ബയോകെമിക്കൽ അസേ, C for clinical examination, D for diet survey and E for ecological assessment. ഇതാണ് ന്യൂട്രീഷണൽ അസസ്മെന്റിൽ വരിക. അപ്പൊ ഇതിൽ 1-2 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനായിട്ടുണ്ട്. അതായത് ആന്ത്രോപോമെട്രിക് മെഷർമെന്റിൽ എന്തൊക്കെയാ വരിക? അതായത് ആന്ത്രോപോമെട്രിക് മെഷർമെന്റിൽ ഹൈറ്റ് വരുന്നു, then വെയിറ്റ് വരുന്നു, then മിഡ് അപ്പർ ആം സർക്കംഫറൻസ് കേട്ടോ. ഹൈറ്റ് വരുന്നു, വെയിറ്റ് വരുന്നു, മിഡ് അപ്പർ ആം സർക്കംഫറൻസ് വരുന്നു. സോ ഇതില് വേറെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ മിഡ് അപ്പർ ആം സർക്കംഫറൻസ് ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അസസ് ചെയ്യുന്നത് ഇൻസ്ട്രുമെന്റിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ആൻസർ? ഷക്കീർ സ്റ്റേപ്പ് അല്ലെ, ഷക്കീർ സ്റ്റേപ്പ് ഇമ്പോർട്ടന്റ് ആണ്. ഷക്കീർ സ്റ്റേപ്പ്. ഇതിൽ നോർമൽ എത്രയാ പറയുക? മിഡ് അപ്പർ ആം സർക്കംഫറൻസ് മോർ ദാൻ 13.5 സെന്റിമീറ്റർ ആണ് നോർമൽ ആയിട്ട് പറയുക. ഇതിനെ കുറിച്ച് വീണ്ടും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ട്. അതായത് ഏജ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് ആണ് ഈ മിഡ് അപ്പർ ആം സർക്കംഫറൻസ് എന്ന് പറയുന്നത്. എന്താണ്? ഏജ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് മിഡ് അപ്പർ ആം സർക്കംഫറൻസ് എന്ന് പറയുക. കൂടാതെ ബയോകെമിക്കൽ അസേ, then ക്ലിനിക്കൽ എക്സാമിനേഷൻ, then ഡയറ്റ് സർവേ ആൻഡ് ഇക്കോളജിക്കൽ അസസ്മെന്റ്. ഇതാണ് ABCDE ഓഫ് ന്യൂട്രീഷണൽ അസസ്മെന്റ്. Then again communicable disease നിന്നുള്ള ഒരു കാര്യമാണ് 3 C's in measles. മീസിൽസിൽ വരുന്ന 3 C's ഏതൊക്കെയാണ്? കോഫ്, കൊറൈസ ആൻഡ് കൺജങ്ക്റ്റിവൈറ്റിസ്. ഇമ്പോർട്ടന്റ് ആണ്. 3 C's in measles എന്തൊക്കെയാണ്? കോഫ്, കൊറൈസ ആൻഡ് കൺജങ്ക്റ്റിവൈറ്റിസ് ആണ് 3 C's in measles. സോ നമ്മൾ ആക്ച്വലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ നിന്നുള്ള കുറച്ച് കോഡ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ ഈ വീഡിയോ എല്ലാവരും ഉറപ്പായിട്ടും മുഴുവനും കാണുക, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, വരുന്ന എക്സാം നന്നായിട്ട് എഴുതി നിങ്ങൾക്ക് എല്ലാവർക്കും വിജയം ലഭിക്കട്ടെ, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ജോലി ലഭിക്കട്ടെ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക്.